അനന്തമഹിമയുള്ള ഈശോയുടെ തിരുഹൃദയ വണക്കമാസത്തിൻ്റെ 26-ാം ദിനം. സ്നേഹം പങ്കുവച്ചുകൊണ്ട് ഈ ദിനവും നമുക്ക് മുന്നോട്ട് പ്രയാണം തുടരാം. ഈശോ മിശിഹായുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന അഗ്നിയും അതിൻ്റെ ജ്വാലകളും അവിടുത്തെ ദൈവിക ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. മിശിഹായിൽ മനുഷ്യവർഗത്തിനുണ്ടാകുന്ന സമസ്ത ഗുണലക്ഷണങ്ങളും ദൈവദാനങ്ങളും വരങ്ങളും അളവറ്റ വിധത്തിൽ ഉണ്ടായിരുന്നാലും ദൈവത്വം എന്ന ദിവ്യാഗ്നി തന്നിൽ ഇല്ലായിരുന്നു എങ്കിൽ മനുഷ്യരക്ഷ എന്ന മഹാകാര്യം സാധിക്കുന്നതിന് അവിടത്തേക്ക് അസാധ്യമായി വരുമായിരുന്നു. എന്നാൽ നമ്മെ രക്ഷിക്കുവാൻ മനുഷ്യനായി പിറന്ന ഈ ദിവ്യ ഗുരുനാഥൻ സത്യമായ ദൈവവും സത്യമായ മനുഷ്യനും ആയിരിക്കുകയിൽ അവിടുന്ന് മനുഷ്യ സ്വഭാവത്തിൽ ചെയ്തിട്ടുള്ള പ്രവൃത്തികളും സഹിച്ചിട്ടുള്ള പീഡകളും നടത്തിയിരിക്കുന്ന സമസ്ത കാര്യങ്ങളും ദൈവികമായിട്ടുള്ളവ ആയിരിക്കുന്നു. ആകാശത്തെ വിസ്മയിപ്പിക്കുന്ന ദിവ്യസൂര്യനായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. സ്വർഗവാസികളുടെ സന്തോഷമേ, പ്രകാശമേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. സ്നേഹം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ, കർത്താവെ, പാപാന്തകാരത്താൽ അവലക്ഷണമായിരിക്കുന്ന എൻ്റെ ആത്മാവിനെ തൃക്കൺ പാർക്കണമേ. ഞാൻ അങ്ങേ ദൈവിക ശക്തിയെയും സ്നേഹത്തെയും അറിയുന്നതിനും അങ്ങേ സദാ പ്രസാദിപ്പിക്കുന്നതിനും അങ്ങേ നേർക്കുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നതിനും കർത്താവെ, എനിക്ക് ഇടവരുത്തി അരുളേണമേ. എൻ്റെ പ്രകാശവും വെളിച്ചവുമായ ഈശോയെ, എൻ്റെ ഹൃദയാന്തകാരങ്ങളെ അകറ്റി എന്നെ പ്രകാശിപ്പിക്കണമേ. അങ്ങേ ദിവ്യഹൃദയത്തിലെ രക്തത്താൽ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ. പ്രാർത്ഥന. കർത്താവേ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളേണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. മലാക്കി പ്രവാചകന്റെ വാക്യപ്രകാരം അവിടുന്ന് നീതിയുടെ സൂര്യനാകുന്നു. മിശിഹ തന്നെ അരുളി ചെയ്ത പ്രകാരമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എൻ്റെ പിന്നാലെ വരുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ആയുസ്സിൻ്റെ വെളിച്ചം കിട്ടുകയും ചെയ്യുന്നു. പലപ്പോഴും ആ വെളിച്ചം നമ്മിലേക്ക് എത്തപ്പെടാത്തത് നമ്മളെ പാപാന്തകാരമായ അവസ്ഥകൾ തന്നെയാണ്, നമ്മുടെ അഹന്തകൾ തന്നെയാണ്. അഹന്ത സകലത്തെയും നശിപ്പിക്കുന്ന കൊടും വിഷമാണെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് പറയുന്നത്. നന്മയാൽ മുദ്രിതമായ ഒരു ജീവിതത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ ഒരു തുള്ളി മാത്രം മതിയാകും. ഒരു മനുഷ്യൻ ഒരു കുന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാകും, അംഗീകാരവും പ്രശംസയും കൊയ്തിരിക്കാം. പക്ഷേ ഇതെല്ലാം തനിക്ക് വേണ്ടി മാത്രം സ്വയം മഹത്വവൽക്കരിക്കുവാൻ വേണ്ടിയാണ് ചെയ്തതെങ്കിൽ അവനെ നല്ലവൻ എന്ന് വിളിക്കാൻ കഴിയുമോ? നന്മ ഒരു ലക്ഷ്യം മാത്രമല്ല, വഴിയും കൂടിയാണ്. നല്ലതിന് ഒരുപാട് വിവേചന ബുദ്ധിയും കാരുണ്യവും ആവശ്യമാണ്. ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമുക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഈ പ്രചോദനം ശരിക്കും പ്രധാനമാണോ? അഹം എല്ലാം കൈയടക്കുകയും അങ്ങനെ അഹങ്കാരം ജനിക്കുകയും ചെയ്യുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നു.